പ്രഷർ സ്പെയർ 660 അല്ലേ? 660 മെഷീൻ വണ്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. കാരണം ഞങ്ങൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എ സിയും മെഷീൻ വേണ്ടി വർക്ക്ഷോപ്പിലാണ് എൻ്റെ ആൾട്ടർനേറ്റർ ബെൽറ്റും എ സി ബെൽറ്റും പിന്നെ എൻ്റെ റേഡിയേറ്ററിൻ്റെ ഒരു ഓസം കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്പെയർ മേടിച്ചുകൊണ്ട് പോകാനുള്ളതാണ്. രണ്ടെണ്ണം താഴെ താഴെ മറ്റേ ഈ മുള്ള ക്ലിപ്പുണ്ടോ? കണക്ക് പറഞ്ഞു. ഇതാണ് ഐറ്റം. ഇതാണ് ഐറ്റം. ഈ വണ്ടിയുടെ ഓർഡറാണ്. ഇവന്റെ വീഡിയോ എന്റെ വീഡിയോക്ക് എന്താണോ പ്രശ്നം പറ. ഇങ്ങോട്ട് വേണോ? ഇങ്ങോട്ട് വേണോ? ഇതാണ് ഐറ്റം കേട്ടോ. ആ സാമാനിന്റെ പുഷ്പം വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ എ സി ബെൽറ്റും അൾട്ടർനേറ്റീവ് ബെൽറ്റും പിന്നെ റേഡിയേറ്ററിൻ്റെ ഒരു ഓസ് മാറാനുണ്ട്. ഈ ഓസ് മാറാം. ഇതാണ് ഇന്നത്തെ പരിപാടി. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല വണ്ടിയിൽ. ഈ വണ്ടി റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞ ടൈപ്പ് 1 ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ വണ്ടി. ഇത് കസ്റ്റം സ്പ്രിങ്സ് ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. സിബിഐ വീൽസ്, ലിംഗ്ലോങ്ങിൻ്റെ ടയേഴ്സ്, പിന്നെ വണ്ടിയിൽ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു എൻ ക്യാനാണ്. നൈസൊരു എൻ ക്യാനും ചെയ്തിട്ടുണ്ട്. വണ്ടി അങ്ങനെ ഈ വണ്ടി അധികം അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഇത് പുള്ളിക്കാരൻ വല്ലപ്പോഴും ഒരിക്കൽ പുറത്ത് പോകാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഇത് നെക്സ്റ്റ് ഇത് ഈ വണ്ടി ഇനി ബിൽഡുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, സീറ്റ്സ് ചേഞ്ച് ആവുന്നുണ്ട്, സ്റ്റിയറിംഗ് മാറാറുണ്ട്, എക്സോസ്റ്റ് ചിലപ്പോൾ വിത്ത് ഹെഡറുള്ളത് മാറും. അങ്ങനെ കുറച്ച് പ്ലാനുണ്ട്. പക്ഷേ കുറച്ച് പ്ലാനിങ്ങിലാണ്. ഒന്നും വെറി പറയില്ല. അതാ പക്ഷേ ഇങ്ങോട്ടോ സെന്റ് കൊടുക്കുന്നുണ്ടോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വണ്ടി വാങ്ങിക്കാൻ. ഞാൻ അതൊന്നും കൊടുക്കണം. ആ വണ്ടി കൊടുക്കണമെന്ന് വെച്ചു. അത് കൊടുക്കുന്നോ? 1 ലക്ഷം രൂപ. ക്യാമറ ഇന്നത്തെ പ്ലാൻ ഇതാണ് കേട്ടോ. ബാക്കി വർക്ക് ഇത് എല്ലാ ഇളക്കുമ്പോൾ കാണിച്ചാൽ ഓക്കെ കേട്ടോ. വണ്ടി ലോർ ചെയ്യുമ്പോൾ ഒരു മാന്യതയ്ക്ക് ലോർ ചെയ്യണം. ഇത് ജാക്കി പോലും കയറാത്ത രീതിയിൽ എങ്ങനെ ലോർ ചെയ്യിപ്പിക്കുന്നത്? ജാക്കി കയറുന്നില്ല കേട്ടോ. അല്ലയോ ട്രാൻസ്ലേഷൻ പോയാലേ അവിടെ പൊട്ടൊന്നുണ്ടെ ഒരു കാര്യം ചെയ്യണം. റണ്ണിംഗ് ബോർഡിൽ ഈ സൈഡിൽ അങ്ങനെ കൂടി പൊട്ടന്ന് ചുറ്റിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അത് വരും. ഇല്ല കുഴപ്പമില്ല. അത് ഓൾറെഡി കുനിങ്ങിയിരിക്കുകയാണ്. അതെ പൂച്ച സാർ, പൂച്ച സാർ ക്യാമ്പർ ക്യാമ്പ് നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലണ്ട പക്ഷെ 2 സൈഡ് അങ്ങനെ വരൂല. ക്യാമറ ഏതല്ലേ സൈഡ് തിരിച്ചിട്ട് കളിക്കേണ്ടി. ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചിടണം. രക്ഷപ്പെടണല്ലോ. അത് രക്ഷപ്പെടുക. അങ്ങനെ രക്ഷപ്പെടുന്ന ഫസ്റ്റ് രക്ഷപ്പെടാറുണ്ടായിരുന്ന അതെ ഞാൻ എന്താടാ സ്പ്രിങ് വണ്ടി കുറേ നാൾ പുറത്തെടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം. വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നുണ്ടോ? ഓക്കെ വീട്ടിട്ട് കഴിയാം.
കുറച്ചും അങ്ങനെ പറഞ്ഞത് എൻ്റെ വണ്ടിയിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാനല്ല നീ ഇത്ര ഓടമെന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി നീ എന്തായാലും അതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മാറി ഇത് എവിടെ നടക്കാം കേരളം മറ്റേ ഇപ്പുറത്തെ നമ്മളെ ഞാൻ മറ്റേ വണ്ടി പണിയുണ്ട് അതൊക്കെ അപ്പോൾ കൊച്ചനൊക്കെ വീടിൻ്റെ അവിടെ ആകുമ്പോൾ തിരക്കില്ല പെട്ടെന്ന് തിരക്ക് നല്ല മുകൾ ഭാഗത്ത് തന്നെ അത് മാറ്റല്ല രണ്ട് പൊട്ടിച്ചളയില്ലേ അങ്ങനെ അറിയാൻ പറ്റില്ല ബെൽറ്റ് ഫിൽറ്റർ മേടിച്ചു വേറെ ഇതിനാൻ വേണ്ടി പൊക്കിയപ്പോൾ തന്നെ ഓയിൽ പറയാം പിന്നെ പറയാം കുൽഫിയും ചായ എന്താണ് ബസ് ബെൽറ്റ് മാറിയല്ല ബെൽറ്റ് മാറി ബെൽറ്റ് മാറാൻ പാടാണ് നോർമലി എന്താണ് അവസ്ഥ ബെൽറ്റ് മാറാൻ ബെൽറ്റ് മാറാൻ അടിയിൽ നിന്ന് അഡ്ജസ്റ്റ് ഒക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ബെൽറ്റ് എത്ര നാൾ കിടക്കും അത് പറയാൻ പറ്റില്ല. നമ്മൾ ഓർമ്മയിലിരിക്കും അല്ലേ ഒന്നുമില്ല ഇവിടെ പണിയെടുക്കുന്നുണ്ട് നേരിട്ടിൻ്റെ വാസമാണ് ഇതിനൗട്ട് കംപ്ലീറ്റ് ഓടാൻ പറ്റി. ഹലോ താങ്ക്സ് അത് ഊരിട്ട് ഇതടിച്ചാൽ സിലിക്കോൺ അടിച്ചു സിലിക്കോൺ നിങ്ങളന്ന് മേടിച്ചോണ്ടോ വീട്ടിൽ കുഴപ്പമുണ്ട് ബമ്പർ വരുന്നത് ബമ്പർ ആ സൈഡ് താഴ്ത്തണം ഫുള്ള് വരണ്ട ആ അവിടുത്തെ ലോക്ക് മാത്രം താഴ്ത്തുക ഇത് ഫ്രീ ഉള്ളപ്പോൾ രാവിലെ വേണ്ടിട്ടുണ്ടോ എൻ്റെ ടൂളെല്ലാം കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാം പണ്ടത്തെ പോലെ ഒന്നിനും അനുഭവിക്കണ്ട ഇതൊക്കെ പറഞ്ഞിട്ടേ നാളെ രാവിലെ വണ്ടി കൊണ്ടുവരും പാടാ നമുക്ക് മാറ്റാം അങ്ങോട്ടും കൂടെ മാറിയിട്ടില്ല സെയിം സ്പോട്ടിൽ പൂച്ച ക്ലിയറൻസ് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന എൻ്റെ അടിയിൽ എനിക്കും തറയിലിരിക്കുന്നുണ്ട് അത്രയ്ക്ക് ലോ ആയിട്ടാണ് കുറച്ചിരുന്നെങ്കിൽ നമ്മൾ അന്ന് കറക്റ്റ് ചെറിയ ഈ ബോട്ട് അങ്ങനെ ലൂസാണോ നോക്കിയാണ് ടൈറ്റാണോ ടൈറ്റാണോ ഉദ്ദേശിക്കുന്നത് അല്ല ഈ സാധനം ഇറിവിരിക്കണ്ട ചില സമയത്ത് ഇറങ്ങി വിടെ ഒരു പ്രാവശ്യം പോയിരുന്നു ഞങ്ങൾ ജസ്റ്റ് സ്ക്രാപ്പിൽ വന്നാണ് വിഷുവിന് എഞ്ചിനിൽ നിന്ന് വന്നൊരു ചെറിയൊരു നോബ് വേണം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഉണ്ടായിരുന്ന എഞ്ചിനിൽ
സെന്നിൽ എഞ്ചിനില്ല, അത് സെയിലായി. നമ്മൾ ഇവിടെ ഉള്ള സ്ക്രാപ്പാണ്, നെടുമങ്ങാടുള്ള സ്ക്രാപ്പ്. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെയാണ്. ഇത് മാത്രം പോലെ പ്രത്യേകിച്ച് സെന്നാണെങ്കിൽ ഇത് നമ്മൾ ഇവിടുത്തെ സ്ക്രാപ്പ് യാർഡാണ്. ഇതിൽ നോക്കിയാ ഈ വണ്ടിയിൽ നോക്കിയാ ഉറപ്പാണോ? നീ കണ്ട ഈ സൈഡിൽ നോക്കി, ഇവിടുത്തെ വഴി നോക്കുക കേട്ടോ. കണ്ട കണ്ട പറഞ്ഞോണ്ട് പോയി. ഇതേ വില ഞാൻ പറഞ്ഞു ഇവിടെ ഓർമ്മണ്ടല്ലോ. ഇത് 14 ആണല്ലോ. നിനക്കെന്തെങ്കിലും ആവശ്യമുള്ളതാണോ പ്രൈസ്? എല്ലാ ആഴ്ച എന്റെ 500 രൂപയുടെ 3000 രൂപ തരാന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ സ്കോർപ്പിയോ അതിപ്പോ ഒരു തുള മാത്രമേ ഉള്ളൂ. ബേക്ക് അടിപ്പോക്ക് പോയിട്ട് എൻജിൻ കംപ്ലീറ്റ്ലി ഗോൺ. അമല് ഗോൺ